ടാൽഡ്രോപ്പിന്റെ ടെക്കി സ്പാർക്കിലൂടെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആവാനൊരുങ്ങി കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജും. ക്യാമ്പസിൽ ടെക്നോളജി, ഓൺട്രപ്രണർഷിപ്പ്, റിസർച്ച് ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകൾ ഒരുക്കുന്നതിലൂടെയാണ് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസായി മാറുന്നത്. ടാൽഡ്രോപ്പിന്റെ ടെക്കി സ്പാർക്കിലൂടെയാണ് മറ്റനവധി ക്യാമ്പസുകൾക്കൊപ്പം കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് ക്യാമ്പസും ലോകം ആവശ്യപ്പെടുന്ന വിധത്തിൽ ഏറ്റവും ഇന്നോവേറ്റീവായി അപ്ഗ്രേഡ് ആവുന്നത്. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് ക്യാമ്പസിൽ ടാൽഡ്രോപ്പിന്റെ ടെക്കി സ്പാർക്കിന്റെ ശിലാസ്ഥാപനം ശ്രീനാരായണ ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ ജി ജയദേവൻ, ടാൽഡ്രോപ്പ് CEO സൈറാഷ് മസൂദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങി ടെക്നോളജിയെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാൻ കഴിയുന്ന ടെക്നോളജി ഹബ്, നൂതന സംരംഭക സാധ്യതകളെ അടുത്തറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സംരംഭക ലോകത്തേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുന്ന ഓൺട്രപ്രണർഷിപ്പ് ഹബ്, ടെക്നോളജി ഡ്രിവൺ വേൾഡിലേക്കുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന റിസർച്ച് ഹബ്, ക്യാമ്പസിനെയും സൊസൈറ്റിയെയും പരസ്പരം കണ്ണുചേർക്കുന്ന കമ്മ്യൂണിറ്റി ഹബ് തുടങ്ങിയവയാണ് ടെക്കി സ്പാർക്കിലൂടെ ക്യാമ്പസിൽ ഒരുക്കുന്നത്. ഇൻഡസ്ട്രിയെ അടുത്തറിഞ്ഞ പ്രായോഗിക പരിശീലനം നേടി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന തരത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമാണെന്നും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ടാൽഡ്രോപ്പിന്റെ ടെക്കി സ്പാർക്കിന് ആതിഥ്യമരുളുന്നതെന്നും കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. ലോകം ആവശ്യപ്പെടുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയമാണ് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ടാൽഡ്രോപ്പിന്റെ ടെക്കി സ്പാർക്കിലൂടെ യാഥാർത്ഥ്യമാവുന്നത്. 2030 കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും ഒരു ക്യാമ്പസിൽ ടെക്കി സ്പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ടാൽഡ്രോപ്പ് co-founder ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ടെക്കി സ്പാർക്ക് ആരംഭിക്കുന്നത്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ടാൽഡ്രോപ്പിന്റെ ആശയം 2017 ആദ്യമായി യാഥാർത്ഥ്യമാകുന്നത്. അവിടെ നിങ്ങോട്ട് ടാൽഡ്രോപ്പ് ക്യാമ്പസുകളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കി ഇറങ്ങിക്കഴിയുമ്പോൾ ജോബുകളിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ആശയം അവർക്ക് ജോബുകളിലേക്ക് എത്താൻ സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ, അവർക്ക് ഇൻഡസ്ട്രിയെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടില്ല. അവർ ജോബ് ചെയ്യാൻ, തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖലകളെ കുറിച്ച് അവർക്കൊരു ഐഡിയ ഇല്ല, അവർക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, ഒരു എക്സ്പോഷർ ഇല്ല. അത് കാരണം എന്ത് ചെയ്യുന്നില്ല, വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി PG സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ജോബ് എന്ത് ചെയ്യണം, ഏത് ജോബിലേക്ക് എത്തണമെന്ന് അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാമ്പസുകളിലേക്ക് വരണം. ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ക്യാമ്പസുകളിൽ കൊടുക്കാൻ കഴിയണം. ഇൻഡസ്ട്രി അക്കാഡമി ഗ്യാപ്പ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കണം. ഈ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ടാൽഡ്രോപ്പിന്റെ ടെക്കി സ്പാർക്ക് എന്ന പ്രോജക്റ്റ്. ഒരു ക്യാമ്പസിലേക്ക് റിയൽ ഇൻഡസ്ട്രി വരിക, അതുവഴി വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക, ക്യാമ്പസിന് ഇൻഡസ്ട്രി അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോഴും വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവർ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ ക്യാമ്പസിൽ നിന്ന് തന്നെ തയ്യാറെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കും. ഈ ഒരു ആശയത്തോടു കൂടിയായിരുന്നു ടാൽഡ്രോപ്പിന്റെ ടെക്കി സ്പാർക്ക് പ്രോജക്റ്റ്. ഇന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ ക്യാമ്പസുകളിലേക്ക് ടാൽഡ്രോപ്പിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രോജക്റ്റായ ടെക്കി സ്പാർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പ് ഉൾപ്പെടെ അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഓരോ ടെക്കി സ്പാർക്കുകളും. റിയൽ എഞ്ചിനീയർമാർക്കും സംരംഭകർക്കുമൊപ്പം അനുഭവങ്ങൾ പങ്കുവച്ചു പഠിക്കാൻ ടെക്കി സ്പാർക്കുകൾ അവസരമൊരുക്കുന്നു. ടെക്കി സ്പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലോകത്തോടൊപ്പം റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ അറിഞ്ഞു പഠിക്കാൻ കഴിയും. ശിലാസ്ഥാപന ചടങ്ങിൽ കോളേജ് ഭാരവാഹികളും ടാൽഡ്രോപ്പ് പ്രതിനിധികളും പങ്കെടുത്തു. റിപ്പോർട്ടർ, കൊല്ലം.